മാളു. മോർണിംഗ് അങ്കിൾ. വെരി വെരി ഗുഡ് മോർണിംഗ് മോളെ. മോളുടെ കാര്യമൊക്കെ അറിഞ്ഞിരുന്നു. നിന്നെ കാണാൻ അങ്ങോട്ടൊന്ന് ഇറങ്ങണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. നീ ഓക്കെ അല്ലേ ഇപ്പോ? വെരി ഗുഡ്. ഏത് ക്രൈസിസിനെയും നമ്മൾ ബോൾഡായിട്ട് നേരിടണം. നഷ്ടപ്പെടുന്നതൊന്നും നമ്മുടേതല്ലെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. പിന്നെ എന്തു വന്നാലും നമ്മൾ കീഴടങ്ങില്ല എന്ന സെൽഫ് ഡിറ്റർമിനേഷനും. എങ്കിലേ മുന്നോട്ട് ജീവിക്കാനുള്ള ഊർജം നമുക്ക് ലഭിക്കൂ. അങ്കിളിന് സുഖല്ലേ? ടു ബി ഫ്രാങ്ക്, അത്ര നല്ലൊരു അവസ്ഥയിലല്ല മോളെ ഞാനിപ്പോ. ഫിസിക്കലി ഓക്കെ ആണെങ്കിലും മാനസികമായി ഞാൻ അല്പം ട്രബിളിലാണ്. അതൊക്കെ ഒരു പരിധിവരെ ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. കൂടെയുള്ളവർ തന്നെയാണ് നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് അറിയുമ്പോൾ എത്ര മനക്കരുത്തുള്ളവരും ഒന്ന് തകർന്നു പോവും. പക്ഷേ ആ തകർച്ചയിൽ നിന്ന് എത്രയും വേഗം ഉയർത്തെഴുന്നേൽക്കുന്നിടത്താണ് നമ്മുടെ മിടുക്ക്. അങ്കിളും ഇപ്പൊ അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പിലാണ്. മാളു, എങ്ങനെയുണ്ട് മോളെ നിനക്ക്? കുഴപ്പമില്ല ആന്റി. വീട്ടില് വെറുതെ ഇരുന്ന് ബോറായി. അപ്പൊ ഇങ്ങോട്ടൊന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു. അതേതായാലും നന്നായി. ഇത് നിന്റെ കൂടി വീടാണല്ലോ. നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാലോ. പിന്നെ എന്തൊക്കെയാ നിന്റെ ഫ്രണ്ടിന്റെ വിശേഷം? അവള് മോളെ വിളിക്കാറുണ്ടോ? മോളോട് ആരാ പറഞ്ഞത് അവള് കൊച്ചിയിൽ ജേർണലിസം കോഴ്സിന് പഠിക്കാന്ന്? നിന്നോട് ആര് പറഞ്ഞാലും അത് ശുദ്ധ നുണയായിരുന്നു കേട്ടോ. ഞാൻ ആ ക്യാമ്പസ് പോയി അന്വേഷിച്ചിരുന്നു. അവിടെ അങ്ങനെ ഒരു കുട്ടിയെ പഠിക്കുന്നില്ല. ഇപ്പൊ ഞാൻ അറിയുന്നു അപ്പു എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അപ്പുവിന്റെ അച്ഛനും അമ്മയ്ക്കും ആർക്കും അറിയില്ല സ്വന്തം മോൾ എവിടെയാണെന്ന്. അറിയാവുന്നവരൊട്ട് പറയൂല. എന്ത് തമാശയാണ് ഇതൊക്കെ അല്ലേ? നിനക്ക് അവളെ കുറിച്ച് എന്തെങ്കിലും അറിയോ മോളു? അറ്റ്ലീസ്റ്റ് അവള് സുഖമായിട്ടിരിക്കുന്നതെങ്കിലും അറിഞ്ഞാൽ മതിയായിരുന്നു. പറ മോളെ, എന്തെങ്കിലും അറിയോ നിനക്ക്? എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും. BP എന്തിനാ അവളെ ഇങ്ങനെ? ഗീത പ്ലീസ്, ഞാൻ മാളുവിനോടാ ചോദിച്ചത്. ഇവളും എന്റെ മോളാ. എന്റെ മോളുടെ കാര്യത്തിൽ ഇപ്പൊ ഒന്നും എനിക്കറിയില്ലായിരിക്കും. പക്ഷെ മാളുവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇവളുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ എന്റെ വിഷമം എന്താണെന്ന് ഇവൾക്കും. പറഞ്ഞു വന്നത് ഇവളോട് എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ എനിക്കറിയാം എന്നൊന്ന് ഓർമ്മിപ്പിച്ചതാ. സോറി മോളെ, നിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, ചിലപ്പോൾ ചിലതെല്ലാം ഓർക്കുമ്പോൾ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോകുന്നു. ചതിക്കപ്പെട്ട ഒരാളുടെ അവിവേകമായി കരുതി മോളതങ്ങ് മറക്കുക. എന്റെ വിഷമം മോൾക്ക് മനസ്സിലാവുമല്ലോ. സാരമില്ല അങ്കിൾ, ഇറ്റ്സ് ഓക്കെ. അല്ല, ഞാൻ ചോദിച്ചതിന് മോള് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോ മോളെ എപ്പോഴെങ്കിലും കോണ്ടാക്ട് ചെയ്തിരുന്നോ? ഇല്ല അങ്കിൾ, അപ്പു എന്നെ വിളിച്ചിട്ടേ ഇല്ല. അപ്പു എവിടെ ഉണ്ടെന്ന് വല്ലതും ആന്റി അറിഞ്ഞോന്ന് ചോദിക്കാനാ സത്യത്തിൽ ഞാൻ വന്നത്. ഓ, ആന്റിയോട് ചോദിക്കാനാണോ? ചോദിച്ചോളൂ. പക്ഷെ ഗുണമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളൊക്കെ ഇപ്പൊ അവരുടെ ഇമോഷണൽ ആൻഡ് ഇന്റലക്ച്വൽ ഫീൽഡിന് പുറത്താണ്. അല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. മോളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നാലും വന്ന സ്ഥിതിക്കൊന്ന് ചോദിച്ചോളൂ. വാ മാളു. ആന്റി തിരക്കിലായിരുന്നോ? എന്ത് തിരക്ക്? രണ്ടുപേർക്കുള്ള ഭക്ഷണം തയ്യാറാക്കണം, അത്രേ ഉള്ളൂ. പിന്നെ മാളു, BP അങ്കിള് പറഞ്ഞത് കേട്ട് മോള് വിഷമിക്കരുത്. ഇല്ല ആന്റി, അങ്കിള് പറഞ്ഞൊന്നും ഞാൻ കാര്യമായിട്ടെടുത്തില്ല. ആന്റി എന്തിനു വേണ്ടിയാ അപ്പുവിന്റെ കാര്യം അങ്കിളിൽ നിന്ന് മറച്ചു പിടിക്കുന്നതെന്ന് എനിക്കറിയാലോ. അല്ല, അപ്പുവിന്റെ കാര്യത്തിൽ എന്താ അങ്കിളുടെ സ്റ്റാൻഡ്? അതിനെക്കുറിച്ചൊന്നും BP എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല മോളെ. ഇപ്പോഴും അപ്പുവിന്റെ മാറ്റം BPക്ക് ഉൾക്കൊള്ളാനായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്.
അങ്ങനെ സംശയിക്കാൻ പ്രധാന കാരണം അപ്പുവിന്റെ കാര്യത്തിൽ BP ഇപ്പോഴും മോളെ എന്ന അപ്പുവിനെ വിളിക്കുന്നത്. ഒരു പെൺകുട്ടിയായിട്ട് മാത്രമേ BPക്ക് ഇപ്പോഴും അപ്പുവിനെ കാണാൻ കഴിയുന്നുള്ളൂ. അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാ അപ്പുവിനെ ഒരു ട്രാൻസ്മാനായിട്ട് കാണാൻ കഴിയുക? അപ്പുവിന്റെ മനസ്സ് മാറ്റിയെടുക്കാന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാ BP ഇപ്പോഴും. ആ സ്റ്റേജും കഴിഞ്ഞ് അപ്പു എത്രമാത്രം മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് BPക്ക് അറിയില്ല. ശരിയാ, സർജറി കഴിഞ്ഞ സ്ഥിതിക്ക് അപ്പോന് ഇനി ഒരിക്കലും അങ്കിള് പ്രതീക്ഷിക്കുന്ന പോലൊരു മടങ്ങിവരവ് ഉണ്ടാവില്ല. ആ കാര്യം അങ്കിളിനോട് തുറന്നു പറഞ്ഞാലോ ആന്റി? അപ്പുവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ലെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു പരിധിവരെ സത്യമാണ്. ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ആശ്വാസം, അമ്പിമാമൻ അപ്പുവിനൊപ്പം ഉണ്ട്. ആ ധൈര്യത്തിലാ ഞാൻ ഇപ്പോഴും ഇവിടെ സമാധാനത്തോടെ ഇരിക്കുന്നത്. ആന്റി, എനിക്ക് അപ്പുനെന്ന് കാണുന്നുണ്ട്. അപ്പുനെ ആ വിവരം ഒന്ന് അറിയിക്കാൻ പറയാനാ സത്യത്തിൽ ഞാനിപ്പോ വന്നത്. ആന്റി ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും പെട്ടെന്ന് എന്താ എനിക്ക് ഇങ്ങനൊരു തോന്നലെന്ന്. ശരിയാ മോളു, എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? എനിക്ക് എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാന്ന് ഞാൻ ഒരുപാട് ആലോചിച്ച് നോക്കി ആന്റി. വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയില്ലെങ്കിലും അപ്പു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോവാൻ ഞാൻ. അപ്പുവിന്റെ ഈ മാറ്റത്തിന് ശേഷം ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ടുണ്ട്, വഴക്കിട്ട് മിണ്ടാതിരുന്നിട്ടുണ്ട്, തമ്മിൽ മനഃപൂർവ്വം കാണാതിരുന്നിട്ടുണ്ട്. പക്ഷെ ആന്റി, അപ്പോഴും അപ്പു എന്റെ ചുറ്റുവട്ടത്ത് എവിടെയോ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എനിക്കും അങ്ങനെ തന്നെയാ മോളെ. BP-യുമായി മെന്റൽ ഹോസ്പിറ്റൽ കഴിയുമ്പോഴും പിന്നെ ഹോസ്പിറ്റലിലേക്ക് മാറിയപ്പോഴും അപ്പുവിന്റെ കാര്യത്തില് എനിക്ക് പേടിയോ ടെൻഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നോട് പിണങ്ങി അപ്പു ഒന്നും പറയാതെ പോയപ്പോഴും ഞാൻ നന്ദനിൽ നിന്ന് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ എനിക്ക് അപ്പുവിനെ വല്ലാതെ മിസ് ചെയ്യുന്നു. അമ്പിമാമനൊപ്പം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും. ആന്റി, അപ്പു അടുത്തില്ലാതായപ്പോഴാ ആ വില ഞാനും ശരിക്കും മനസ്സിലാക്കുന്നത്. എനിക്ക് അപ്പുനെ എത്രയും പെട്ടെന്നൊന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട്. എന്താ ആന്റി, അമ്പിമാമനെ കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും? ഇല്ല മോളെ, അമ്പിമാമനെ ഫോണിൽ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്നാവും എന്നെ കോണ്ടാക്ട് ചെയ്യുക. എന്ന് കരുതി നീ വിഷമിക്കണ്ട. 1-2 ദിവസത്തെ സാവകാശം ഉണ്ടെങ്കിൽ അപ്പുവിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു വഴി കിട്ടിയേക്കും. അതും മതി ആന്റി, ഞാൻ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതൊന്നും ഒരിക്കലും BP അറിയാതെ നോക്കണം മോളെ. BP അറിഞ്ഞാൽ പിന്നെ അപ്പുവിന് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. ആന്റി പേടിക്കണ്ട, ഇതൊന്നും ഞാനായിട്ട് ഒരിക്കലും അങ്കിളിനോട് പറയാൻ പോകുന്നില്ല. ആ ഏട്ടത് എങ്ങോട്ടാ? അത് പിന്നെ ഒന്ന് പുറത്തു പോണം മോളെ. 1-2 കക്ഷികളെ കാണാനുണ്ട്. രാവിലെ പോകാനിരുന്നപ്പോഴല്ലേ ആ ഫ്രോഡ് ഇവിടെ കയറി വന്ന് ആകെ അലമ്പാക്കിയത്. അയാൾ ഇനിയും വരും ഏട്ടാ? ഏയ്, ഇനി അയാൾക്ക് അതിനുള്ള ധൈര്യം കാണില്ലെന്ന് തോന്നുന്നു. അഥവാ വന്നതുപോലെ അവൻ തിരിച്ചു പോവുകയില്ല. പാവ നിളേച്ചി ആകെ സങ്കടപ്പെട്ടിരിക്കുക. അയാളുടെ ഈ വരവും വഴക്കും ഒക്കെ നമുക്ക് ബാധ്യതയായി മാറുമെന്നാ നില കരുതുന്നത്. നമുക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ലെന്ന് നീ തന്നെ നിലയോട് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, പക്ഷെ എവിടെ? നന്ദേട്ടൻ കൂടി ഒന്ന് സംസാരിക്കും. എന്താടോ ഇത്? തൻ്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് പറയാതെ തന്നെ എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഇത് തൻ്റെയും കൂടെ വീടായി കരുതിയാൽ മതി. മോഹനകൃഷ്ണൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ ഇവിടെ എനിക്കോ ആതിരയ്ക്കോ തന്നെക്കുറിച്ച് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടുമില്ല, ഇനി അങ്ങോട്ട് തോന്നുകയില്ല. ഇതൊക്കെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കൂടെ ആവർത്തിച്ച് തന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഒന്നും പറയാതിരുന്നത്. ആരുടെയും ഒരു ശല്യമില്ലാതെ സ്വസ്ഥമായിട്ട് കഴിയാനാണ് നന്ദേട്ടൻ ആതിരയും കൊണ്ട് ഇവിടെ വന്നതെന്ന് എനിക്കറിയാം. ഇതുവരെ നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷവും സമാധാനപരവുമായിരുന്നു. അതിനിടയിൽ അച്ഛൻ ഇങ്ങനൊരു പാഴ്ബുദ്ധി തോന്നാൻ പാടില്ലാത്തതായിരുന്നു. അതൊരു പാഴ്ബുദ്ധിയാണെന്ന് നിലയോട് ആരാ പറഞ്ഞത്? അന്ന് ശേഖരമാമൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പം നിലയുടെ അവസ്ഥ എന്താകുമായിരുന്നെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ മോഹനകൃഷ്ണന്റെ കാര്യം, അത് ഓർത്ത്
നിളയ്ക്കിനി ഒരുപാട് സങ്കടപ്പെടേണ്ടി വരില്ല. ഡിവോഴ്സ് പെറ്റീഷനിൽ അയാൾ ഒപ്പിട്ടില്ലെങ്കിലും കേസ് നമ്മൾ നടത്തും. ഞാനിപ്പോൾ പോകുന്നത് ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഡിവോഴ്സ് പെറ്റീഷന് പുറമെ വനിതാ കമ്മീഷൻ വഴിയും നമുക്കൊരു മൂവ് നടത്തേണ്ടതായിട്ട് വരും. അതിനുള്ള പെറ്റീഷനിൽ നിളയൊന്ന് സൈൻ ചെയ്ത് തരണം. വേണ്ട നന്ദേട്ട, എത്രയും പെട്ടെന്ന് ഈ തലവേദന ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി. മനുഷ്യന് സ്വസ്ഥതയുണ്ടാവുമല്ലോ. പിന്നെ കേസിന് വഴക്കിനൊന്നും പോണ്ട. ആ വസ്തു എഴുതി കൊടുത്ത അയാളുടെ ഡിവോഴ്സിന് സമ്മതിക്കാന്നല്ലേ പറഞ്ഞത്? അയാൾക്ക് എന്നെയല്ല ആവശ്യം, എന്റെ പേരിലുള്ള ആ ഭൂമിയാ. അത് വേണ്ടെന്ന് വെച്ചാ ഈ ശല്യം അതോടെ തീരുമെങ്കിൽ അതല്ലേ നല്ലത്. ചുമ്മാ വിഡിത്തം പറയാതിരിക്കുന്നുള്ള. തൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി അങ്ങനെ അയാൾക്ക് വിറ്റ് തിന്നാൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ കയ്യൂക്ക് കാണിക്കാൻ അയാൾക്ക് യാതൊരു അവകാശവും ഇല്ല. നിങ്ങളുടെ ഇങ്ങനെയുള്ള മനോഭാവമാണ് ഇങ്ങനെയുള്ള ക്രിമിനലുകളെ വളർത്തുന്നത്. അല്ലാതെ ഞാൻ എന്ത് വേണമെന്ന് പറ നന്ദേട്ട. അയാളുടെ ഭീഷണിക്ക് വഴങ്ങാത്തടത്തോളം കാലം പാവ അച്ഛൻ അയാൾ ഉപദ്രവിക്കും. നിള, ഇതുവരെ മോഹനകൃഷ്ണന്റെ കാര്യത്തിൽ ഞാൻ വളരെ സീരിയസ് ആയി ഒന്നും ചെയ്യാതിരുന്നത് തൻ്റെ ഭർത്താവാണല്ലോ എന്ന കൺസിഡറേഷൻ കൊണ്ടാണ്. പക്ഷെ ആ സെന്റിമെന്റ്സ് ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കുക. മിക്കവാറും മോഹനകൃഷ്ണന് ഇനി അധികകാലം പുറത്ത് വിലസി നടക്കാൻ പറ്റില്ല. അതിനുള്ള വഴിയൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. എന്ന് വെച്ച് താൻ പേടിക്കണ്ട. ഇനി അതിൻ്റെ പേരിൽ അയാൾ ശേഖരമാമനെ ഉപദ്രവിക്കാനോ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കാനോ ഒന്നും പോകുന്നില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് വീട്ടിലേക്കൊന്ന് പോയാൽ കൊള്ളാന്നുണ്ട്. അച്ഛനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അയാൾ ആ പാവത്തിനെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. ശേഖരമാമന്റെ കാര്യോർത്ത് നില വിഷമിക്കണ്ട. അവരെ രണ്ടുപേരെയും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യാം. മാമനും മാമിയും കൂടെ കുറച്ചാളിവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്കതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അച്ഛൻ അങ്ങനെ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല നന്ദേട്ട. അതിനച്ഛൻ സമ്മതിക്കേയില്ല. എന്തായാലും അവിടുത്തെ കാര്യങ്ങൾ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നില വിഷമിക്കാതിരിക്കുക. ഇനി അയാളുടെ ഭാഗത്തു നിന്നൊരു ശല്യം ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ ഞാൻ ഓപ്പറേറ്റ് ചെയ്തോളാം. പറ്റിയ ഞാൻ ശേഖരമാമനെ നേരിട്ട് കാണുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം. താനിങ്ങനെ വിഷമിച്ചിരുന്ന അത് ആദ്രിക്ക് സങ്കടമാവും. അറിയാലോ, അവളെ ആശ്വസിപ്പിക്കാൻ താനല്ലാതെ വേറെ ആരുമില്ലെന്നുള്ള ഓർമ്മ വേണം. എന്ന് ഞാൻ പോയിട്ട് വരാം. അശ്വതി, ഞാൻ ഇറങ്ങുകയാണേ. ഉച്ചയ്ക്ക് കഴിക്കാൻ വരില്ലേ? വരവ് ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. ഇന്ന് എല്ലാ സൈറ്റിലും ഒന്ന് പോണം. കുറച്ചു നാളായി എല്ലായിടത്തും ഒന്ന് കണ്ണെത്തിയിട്ട്. അല്ല, അമ്മയും മോളും ഇതുവരെ എത്തിയില്ലേ? ഇല്ലെന്നേ. അമ്പലത്തിൽ പോവാൻ അമ്മ അവളെ കൂട്ടുപിടിച്ചത് മനസ്സിൽ മറ്റൊന്ന് കണ്ടിട്ടാ മുരളിയേട്ടാ. അതെന്താ സംഭവം? മാളു വീണ്ടും അപ്പുവായിട്ടുള്ള ചങ്ങാത്തം തുടങ്ങുമെന്നുള്ള പേടി അമ്മയ്ക്ക്. അതിന്റെ വക ഉപദേശങ്ങൾ കൊടുക്കാനാവും പതിവില്ലാതെ ഇന്ന് മാളുവിനെ കൂട്ടുപിടിച്ചത്. ഉപദേശിച്ച് ഇനി മുത്തശ്ശിയും മോളും കൂടെ അടിച്ചു പിരിയാതിരുന്നാ മതിയായിരുന്നു. അവൾ അപ്പുവിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ അതിൽ തലയിടാൻ പോകരുതെന്ന് തന്റെ അമ്മയോട് പ്രത്യേകം ഒന്ന് പറയണം. ഇനി അവൾ ആവശ്യമില്ലാതെ ഇറിറ്റേറ്റ് ചെയ്ത് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത്. ഞാൻ എന്ത് ചെയ്യാനാ മുരളിയേട്ടാ? പറയാവുന്ന രീതിയിലൊക്കെ ഞാൻ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എത്ര പറഞ്ഞാലും അമ്മയുടെ രീതിയും ശീലമൊന്നും മാറില്ലല്ലോ. ഇനി രണ്ടുപേരും കൂടി എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ശരി, ഞാൻ ഇറങ്ങുന്നു. ജോവിൻ, പുറത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങിയോ? ഒരാഴ്ച കൂടി റെസ്റ്റ് വേണമെന്നല്ലേ പറഞ്ഞത്? ഒന്നും പറയണ്ട മുരളി. ആശാന് പിഴച്ചാൽ ഏത്തമില്ല എന്ന് പറയുന്നത് പോലെയാ ഇവര് ഡോക്ടർമാരുടെ കാര്യം. കാലിൽ നിന്ന് എപ്പോഴാ ബാൻഡേജ് അഴിച്ചു മാറ്റിയോ അപ്പം മുതൽ ചെറുക്കന് വിശ്രമമില്ല. 1 മാസം വീട്ടിൽ അടച്ചു മൂടിയിരുന്നതിന്റെ പലിശ അടക്കം കറങ്ങി നടക്കാനുള്ള പ്ലാനില്ല എന്റെ മോൻ. ഇപ്പോഴേ യാത്രയൊക്കെ വേണമായിരുന്നോ ജോബിൻ? കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നല്ലോ. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്കിൾ. പെയിൻ പൂർണ്ണമായിട്ട് മാറി. പിന്നെ
മമ്മി വെറുതെ പറയുന്നത്. ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങി തുടങ്ങിയിട്ടില്ല. കേട്ടോ അശ്വതി, ബാൻഡേജ് അഴിച്ചപ്പോ മുതല് ഇങ്ങോട്ടേക്ക് വരണം, മാളുവിനെ കാണൂന്നൊക്കെ പറഞ്ഞ് ബഹളമായിരുന്നു. ഒടുക്കം മാളു തന്നെയാ റെസ്റ്റ് കഴിയാതെ വന്നു പോകരുതെന്ന് പറഞ്ഞ് വരട്ടിയത്. പക്ഷെ നേരം വെളുത്തപ്പോ ആള് വീണ്ടും പഴയ പടി. എന്നാ കാറിലൊരു ഡ്രൈവറെ വെച്ച് പോകാന്ന് പറഞ്ഞപ്പോ അതും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? മോനായി പോയതുകൊണ്ട് അവന്റെ വാശിക്ക് കൂടെ തുള്ളുകയല്ലേ നിവർത്തിയുള്ളൂ. അല്ല, മാളു എവിടെ? ഇവിടെ ഇല്ലേ? അവൾ അമ്മയ്ക്കൊപ്പം അമ്പലത്തിൽ പോയിരിക്കുക. രാവിലെ പോയതാ, വരാറായിട്ടുണ്ടാവും. മുരളി ഓഫീസിലേക്ക് ഇറങ്ങിയതാണോ? ആ അതെ. അത്യാവശ്യം ഉണ്ടെങ്കിൽ മുരളി പൊയ്ക്കോ. അല്ല, ഞങ്ങളുടെ വരവ് ബുദ്ധിമുട്ടായോ? ഹേയ്, അങ്ങനൊന്നുമില്ല. സൈറ്റിലൊന്ന് പോകണമായിരുന്നു. അതിപ്പോ കുറച്ച് കഴിഞ്ഞാണേലും പോവാമല്ലോ. വരൂ, അകത്തേക്ക് ഇരിക്കാം, ഞാൻ ചായ എടുക്കാം. അങ്കിൾ, തിരക്കല്ലെങ്കിൽ എനിക്ക് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. തിരക്കൊന്നും കാര്യമായിട്ടില്ല ജോബിൻ. ഞാൻ പറഞ്ഞല്ലോ, സൈറ്റ് വിസിറ്റ് പിന്നെ ആയാലും മതി. എന്താ ജോബിന് പറയാനുള്ളത്? നമുക്ക് ലോണിലേക്ക് ഇരിക്കാം അങ്കിൾ. ആൻറ്റി, ചായ പതുക്കെ മതി. മാളുവും മുത്തശ്ശിയും കൂടെ വന്നിട്ട് മതി. ശരി, വരൂ അങ്കിൾ. ഞാൻ സഹായിക്കണോ? ഏയ് വേണ്ട അങ്കിളെ, എനിക്കിപ്പം നടക്കാം. കുറച്ച് നടക്കുന്നത് നല്ലതാ. നടക്കാം. ശരിക്കും അവൻ മാളുവിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ദിവസം അവളെ കാണാതെ എങ്ങനെയാ നിന്നതെന്ന് അവന് മാത്രമേ അറിയൂ. വരൂ.